എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്കനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ്. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെ നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നു വരികയാണ്. വ്യാഴാഴ്ചകൾക്ക് പുറമെ മറ്റു ദിവസങ്ങളിൽ നടത്തുന്നുണ്ട്. എല്ലാ ആദ്യ വ്യാഴാഴ്ചകളിലും നമുക്ക് നാസയിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിദ്യാസാഗർ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ വ്യാഴാഴ്ചകളിൽ നമുക്ക് 200-ലേറെ ആളുകൾക്ക് ഇവിടെ നൽകുന്നുണ്ട്. ഇന്നലെയാണ് സ്ഥാപനത്തിലെ നമ്മുടെ ആരാധ്യനായ ഗുരുവായൂർക്കാരൻ കൂടിയായ മുരളീധരൻ്റെ 1ാം ചരമവാർഷികമാണ്. മജീദിക്ക പ്രത്യേകം വിളിച്ചു പറഞ്ഞ് കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന് ആ ചടങ്ങിൽ പങ്കെടുത്ത അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് മജീദിക്ക. അപ്പോൾ ആദ്യം അദ്ദേഹത്തിന് ഒരു പുഷ്പാർച്ചന നടത്തിയിട്ട് നമുക്ക് യോഗ ആരംഭിക്കാം. അതിനായിട്ട് അദ്ദേഹത്തിൻ്റെ സഹധർമ്മയും മകളും മേഡവും നിവേദിത കിട്ടുള്ളൂ. ബാക്കല്ല കിട്ടുള്ളൂ. ഒന്ന് അവിടെ നിന്നിട്ട് ഒന്നുകൂടി കിട്ടുന്നു. അവിടെ നിന്നിട്ട് എന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് അങ്ങനെ അതല്ല കറക്റ്റ് മിനിറ്റ് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ ഈ യോഗ ആരംഭിക്കുകയാണ്. യോഗ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടതുണ്ട്. സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് നമസ്കാരം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 9 വർഷത്തിലധികമായിട്ട് എൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വരുന്നൊരു പൊതിച്ചോറ് എന്ന ഈ അന്നദാന പദ്ധതി ഇവിടെ നടത്തി വരുത്തിയിട്ട് നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലും ആണിത് 100 പേർക്കാണ് വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളത് എണ്ണം കൂട്ടി 200ഓളം പേർക്ക് നമ്മളിവിടെ ഈ അന്നദാനം നടത്തുന്നുണ്ട്. നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മുടെ അകമഴി സഹായിക്കുന്നതുകൊണ്ട് നമുക്കിത് യാതൊരു മുടക്കവും കൂടാതെ നടക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടും നന്ദിയും കടപ്പാടും ഞാൻ നേതൃത്വത്തിൽ ഏർപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് 2 പേരാണ് ഈ അന്നദാനോട് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഒന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ വിദ്യാസാഗർ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ മാസവും നമുക്ക് ആദ്യത്തെ വ്യാഴാഴ്ച അദ്ദേഹത്തിൻ്റെ വകയാണ് നമുക്ക് ഈ അന്നദാനം. എന്തായാലും അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്ക് നല്ലത് മാത്രം പറ്റുമെന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ അനിയൻ രത്നകുമാരോട് എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹത്തിനോടുള്ള നന്ദിയും കടപ്പാട് ഞാൻ നേതൃത്വത്തിൽ രേഖപ്പെടുത്തുന്നു. എന്തായാലും നിങ്ങളെ സ്വാഗതം ചെയ്യാന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് രണ്ടാമത്തെ ശ്രീ മുരളീധരൻ ഗുരുവായൂരുകാരനായ നേരത്തെ പറഞ്ഞ ശ്രീ മുരളീധരൻ്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കുടുംബാംഗങ്ങളുമാണ് ഈ അന്നദാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. റാണിയും നിവേദിതയും സഹധർമ്മിണി റാണിയും മകൾ നിവേദിതയും അവരുടെ കൂട്ടുകാർ ഡോക്ടർ അബൂബക്കർ അടക്കമുള്ള കൂട്ടുകാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരം സൽപ്രവൃത്തിക്ക് പിന്നെ ആ കുടുംബാംഗങ്ങളോട് ഞാൻ ഏർപ്പെടുത്തിയത്. എന്തായാലും നിങ്ങളെ സ്വാഗതം ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എ സംഘത്താണ്. ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഗുരുവായൂർ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വ പദവി അറിയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ സ്വാഗതം. കൂടാതെ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം 2 പേരാണ് ചെയ്യുന്നത്. ഒന്ന് ശ്രീ വിദ്യാസാഗറിൻ്റെ അനിയനും ഇന്നൊന്ന് ശ്രീ മുരളീധരൻ്റെ കുടുംബാംഗങ്ങളോട് 2 കൂട്ടരും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. ആൾക്കാർ വർക്കുന്നുണ്ട്. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആരംഭകാലം തൊട്ട് തന്നെ ഞങ്ങൾ നട്ടലായി പ്രവർത്തിച്ചു വരുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലാ സംയുക്ത ഘട്ടങ്ങളിലും സഹായകമായി എത്തിച്ചേരുന്ന വ്യക്തികളാണ് ഇത്തരം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ മുരളിയാണ് ഗുരുവായൂർ കൃഷ്ണാണെങ്കിൽ ആശാനാണ് നമ്മുടെ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ അതിൻ്റെ കൺവീനർ സ്ഥാനം ഏറ്റെടുത്തത്
സുസ്ഥിരമായ രീതിയിൽ നടപ്പാക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് സാധ്യതകളൊന്നും. കൂടാതെ ഡോക്ടർ അബൂബക്കറുണ്ട്, രാജേഷുണ്ട്, പ്രേംജിയുണ്ട്, ജയനുണ്ട്, അമ്മാനുണ്ട്. കൂടാതെ നിങ്ങൾ ഓരോരുത്തരും ഈ അന്നദാനത്തിൽ കൃത്യം കാര്യം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ വിദ്യാസാഗർ സാറിനോടുള്ള നന്ദിയും രത്നകുമാറിനോടുള്ള നന്ദി ആദ്യം അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇന്ന് അനുസ്മരണം നടത്തുന്ന മുരളിയേട്ടൻ്റെ കഴിഞ്ഞ കൊല്ലം മരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അനുശോചന യോഗം നടത്തിയിരുന്നു. മജീദ് ഖാൻ്റെ ഞാനൊക്കെ അതിൽ പങ്കാളി, അബൂബക്കർ ഡോക്ടർ അതിൽ പങ്കാളിയായിരുന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തിനോടൊപ്പം നല്ലതുമാക്കും ഇതോടൊപ്പം വസ്ത്രദാനം നടത്തുന്നു. നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ഇവിടെ ചേംബർ ഓഫ് കൊമേഴ്സിന് ഏൽപ്പിച്ച് അത് കൃത്യമായ കരങ്ങളിൽ കൊടുക്കുന്ന വസ്ത്രദാനമുണ്ട്. ഇന്ന് വസ്ത്രദാനം നടത്തുന്നത് മുരളി അകമ്പടിയും അതുപോലെ തന്നെ രാജേഷ് ഓളിയുമാണ്. അവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം അബൂബക്കർ ഉദ്ഘാടനം താങ്കൾ അല്ല അതല്ല ഉദ്ഘാടനം ചെയ്യുന്നതിന് നിങ്ങളെല്ലാവരും കുറച്ചാളും കിട്ടുമോ? 2 ക്യൂ ആക്കി ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.